ഹായ് ഓൾ. അപ്പം ഇപ്രാവശ്യം ഒരുപാട് അടിപൊളി മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ട് കേട്ടോ. സ്റ്റെൻസിലും സ്വീക്കൻസും കുന്തൻ സ്റ്റോണും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ മേക്ക് ചെയ്യണം എന്നുള്ളതും ഈ വീഡിയോൻ്റെ നടുക്കായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ആവശ്യമുള്ളവർ ഞാൻ ഓരോന്നായിട്ടും കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് കാണിക്കുന്നത് ഇതേപോലത്തെ കുന്തൻ സ്റ്റോൺ ആണ്. സ്ക്വയർ ഷേപ്പിലുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് മേക്ക് ചെയ്യേണ്ടത് എന്നുള്ളതും ഇതിൽ ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് മൾട്ടി കളറാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഹെയർ ബാൻഡിലും അതുപോലെ തന്നെ ഹെയർ ക്ലിപ്പിലും ഒക്കെ മേക്ക് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് നല്ല ഷൈനിങ് ഉള്ള കുന്തൻ സ്റ്റോൺ ആണ്. കുറേ പേര് ചോദിച്ചിരുന്നു എന്നോട്. അപ്പം ഞാനിതും കൊണ്ടുവന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഹെയർ ബാൻഡിലും ഹെയർ ക്ലിപ്പിലും മാത്രമല്ല ബാംഗിൾസ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ബാംഗിൾസ് ഞാൻ എടുത്തിട്ടില്ല. അത് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് ടൈം ഞാനതും എടുക്കും. പിന്നെ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ മോഡൽ ഓവൽ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ആണ്. അതും നല്ല മൾട്ടി കളർ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് മേക്ക് ചെയ്യേണ്ടത് എന്നൊന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് അറിയാത്തവർക്ക് അതൊരു ഹെൽപ്ഫുൾ ആവുമല്ലോ, അതുകൊണ്ടാണ്. അപ്പം അതിന് വേണ്ടി ഞാൻ ഇതേപോലത്തെ ഒരു സെൻറ്റർ ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഗ്ലൂവും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എൻ്റെ കയ്യിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. ഞാൻ വാട്സപ്പിൽ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഞാനത് ഈ കുന്തൻ സ്റ്റോണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ബഡ്സാണ് എടുത്തിട്ടുള്ളത്. ബഡ്സിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കുറേ പേർക്ക് അറിയുന്നതായിരിക്കും, എങ്കിലും അറിയാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ മേക്കിംഗ് വീഡിയോയുടെ ഇതിനിടയിലൂടെ കാണിച്ചു തരുന്നത്. അപ്പം നമുക്കിതായി രണ്ട് സൈഡിലും ഇങ്ങനെ ഓരോ കുന്തൻ സ്റ്റോണ് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ്. ഇനി ഇതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞാലായിരിക്കും അതിൻ്റെ ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഈ ഗ്ലൂ ആട്ടോ ഇങ്ങനത്തെ ഇതൊക്കെ നമ്മളെ കുന്തൻ സ്റ്റോൺ ആയാലും ഇങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുമ്പം ഇങ്ങനത്തെ ടൈപ്പ് ഗ്ലൂ ആയിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇതേപോലെയാണ് കേട്ടോ ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പം നമുക്കിത് നല്ല റേറ്റിന് തന്നെ സെയിൽ ചെയ്യാവുന്നതാണ് ഈ ക്ലിപ്പ് മേക്ക് ചെയ്തിട്ട് കേട്ടോ. വാട്സപ്പിലൊന്ന് ഹായ് അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാറ്റലോഗിൻ്റെ ലിങ്ക് കിട്ടും. അതിലുണ്ട് കേട്ടോ ഈ സെൻട്രൽ ക്ലിപ്പിൻ്റെ റേറ്റും ഒക്കെ അതിലുണ്ട്. ഇനി കുന്തൻ സ്റ്റോണിൻ്റെയും ഇതിൽ കാണിക്കുന്ന മെറ്റീരിയൽസിൻ്റെയും ഒക്കെ ഫോട്ടോസ് റേറ്റും ഞാൻ അതിൽ ആഡ് ചെയ്യും കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതും വാങ്ങിക്കാൻ എളുപ്പമായിരിക്കും. അതിൽ തന്നെ റേറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് എത്ര ക്വാണ്ടിറ്റിയാണ് ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത് കാറ്റലോഗിൽ ഞാൻ കൊടുക്കും. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ സെൻട്രൽ ക്ലിപ്പിൽ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഇതൊക്കെ വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കുക. ഫസ്റ്റ് ടൈം കുറച്ച് വാങ്ങിയിട്ട് പിന്നെ നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കാമല്ലോ. അപ്പോൾ ഇത് നന്നായി ഉണങ്ങട്ടെ കേട്ടോ. ഉണങ്ങിയിട്ടില്ല, നമ്മൾ ഒട്ടിച്ച് അപ്പം തന്നെ വീഡിയോ ലൈവായി എടുക്കുന്നതല്ലേ. അപ്പം ഒന്ന് ഒട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഉണ്ടാവും, ഇളകി പോരൊന്നുമില്ല. ഇനി നമുക്കിത് ഗോൾഡൻ ഹെയർ ബാൻഡിലോ ഇതേ രീതിയിൽ ചെയ്യാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്കതും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനൊന്ന് സെൻട്രൽ ക്ലിപ്പിൽ കാണിച്ചു തന്നു മാത്രം. അപ്പോൾ നല്ല മൾട്ടി കളറായിട്ടുള്ള കുന്തൻ സ്റ്റോണും എത്തിയിട്ടുണ്ട്. ഓരോന്നും ഞാൻ കൃത്യമായിട്ട് കാണിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തരാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ സ്ലോ ആയിട്ട് കാണിക്കുന്നത്. പിന്നെ വന്നിട്ടുള്ളത് ഇതേപോലത്തെ സ്വീക്കൻസ് ആണ്. ഒരുപാട് പേര് സ്വീക്കൻസ് ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് നമുക്ക് ഹെയർ ബ്രോച്ച്, തിയാര ഇതൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ. അല്ലാതെ ഡ്രസ്സിലൊക്കെ മേക്ക് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഹെയർ ബ്രോച്ച് ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഹെയർ ബ്രോച്ചിൻ്റെ വീഡിയോ വേണമെന്ന്. അപ്പം ഈ സ്വീക്കൻസ് വെച്ചിട്ടുള്ള ഹെയർ ബ്രോച്ച് ഉണ്ടാക്കുന്ന വീഡിയോ, മേക്കിംഗ് വീഡിയോ ഞാൻ നെക്സ്റ്റ് ടൈം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മേക്കിംഗ് വീഡിയോ വേണമെന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ.
അപ്പോൾ ഇതാ ഇതേപോലത്തെ നല്ല അടിപൊളി ഷൈനിങ് ആയിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാണാൻ നല്ല തിളക്കുണ്ട്. വീഡിയോയിൽ കാണുന്നതിനേക്കാളും അടിപൊളി തിളക്കമുള്ള സ്വീക്കൻസ് ആണ് കേട്ടോ ഇത്. നല്ല ബ്രൈഡിനൊക്കെ നമ്മൾ ഇത് വെച്ച് കൊടുത്ത് അടിപൊളിയായിരിക്കും. ഫങ്ഷനൊക്കെ ഇത് നമ്മൾ ഹെയറിൽ വെച്ച് പോയാൽ എടുത്ത് കാണിക്കുന്ന അത്രയും നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ഞാൻ എൻ്റെ മോളെ ഹെയറിൽ വെച്ചിട്ടുള്ള ഒരു വീഡിയോ, ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിരുന്നു. അത് കുറേ മുമ്പാണ്. അതിപ്പോൾ നിങ്ങൾ തപ്പിപ്പിടിക്കണ്ട. നിങ്ങൾക്ക് ഹെയർ ബ്രോച്ച് മേക്കിംഗ് വീഡിയോ വേണമെന്നൊന്ന് കമൻ്റ് ഇട്ടാൽ ഞാൻ മേക്കിംഗ് വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഇതേപോലത്തെ സോൾഡറിങ് അയണാണ്. ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാത്രമേ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളൂ. കുറേ പേര് എനിക്ക് ആദ്യമേ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു വേണമെന്നുള്ളത്. അപ്പോൾ അവർക്ക് ഞാൻ പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്തു പോയി. അതുകൊണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതിയേ വാട്സപ്പിൽ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ടൈം എത്തിക്കും കേട്ടോ. എന്നിട്ട് ഗ്രൂപ്പിലിടും. പിന്നെ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യാം. എങ്ങനെയൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ തന്നെ ഇടാം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് അവൈലബിൾ അല്ല, ഒന്ന് മാത്രമേ ഉള്ളൂ, സ്റ്റോക്ക് ഔട്ട് ആയതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു മേക്കിംഗ് വീഡിയോ ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് സ്റ്റെൻസിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവറും ബട്ടർഫ്ലൈ ഒക്കെ അടങ്ങിയിട്ടുള്ള സ്റ്റെൻസിലും ഇപ്രാവശ്യം എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ സോൾഡറിങ് അയൺ വെച്ചിട്ടും ഈ ഫ്ലവർ വെച്ചിട്ട് ഒന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലത്തെ ഫ്ലവറിൻ്റെ ചെറുത് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ വലുത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. പിന്നെ ഇതേപോലത്തെ ഫ്ലവറിൻ്റെ വന്നിട്ടുണ്ട്. ഇത് സ്റ്റോക്ക് ഔട്ട് ആയാലും വിഷമിക്കേണ്ട, എല്ലാം രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്യും കേട്ടോ. കഴിഞ്ഞതൊക്കെ വീണ്ടും വീണ്ടും ഞാൻ റീസ്റ്റോക്ക് ചെയ്യുന്നതാണ്. എങ്കിലും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. ഇത് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് ഫ്ലവറൊക്കെ നമ്മൾ ഗ്ലിറ്റർ ഷീറ്റിലൊക്കെ വരയ്ക്കാനും ഒക്കെ നല്ല എളുപ്പമുള്ളതാണ്. പിന്നെ അതേപോലെ ഡ്രസ്സൊക്കെ നമുക്ക് ഡ്രസ്സിലും വർക്ക് ചെയ്യാനൊക്കെ ഈ മോൾഡ് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ ഓരോ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ആദ്യം എൻ്റെ അടുത്ത് വേറൊരു മോഡൽ ബട്ടർഫ്ലൈ ആയിരുന്നു. പക്ഷെ അതിനേക്കാളിലും നല്ല ക്വാളിറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇപ്രാവശ്യം എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ മോൾഡാണ് ഇപ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് മേക്ക് ചെയ്യേണ്ടത് എന്നുള്ളതും കറക്റ്റായിട്ട് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ഗ്ലിറ്റർ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ആ ഗ്ലിറ്റർ ഷീറ്റിലേക്ക് നമുക്ക് ഒരു ഫ്ലവർ വെച്ച് കൊടുക്കാം, മോൾഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സോൾഡറിങ് അയൺ നന്നായി ചൂടാക്കാൻ വെക്കണം. നല്ല ഹീറ്റ് ആയതിന് ശേഷം മാത്രമേ നമുക്കത് വരച്ചു കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ശ്രദ്ധിച്ചിട്ട് കൈയൊന്നും പൊള്ളാതെ നമുക്കിത് അതിൻ്റെ മുകളിലൂടെ വരക്കുക കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തതാണ്. നന്നായി ചൂടാവണം കേട്ടോ. ഇത് അത്രക്ക് അങ്ങോട്ട് ചൂടാക്കിയിട്ടില്ല, ഞാൻ ഹീറ്റാക്കാൻ വെച്ചിട്ടില്ല. വീഡിയോക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതേപോലെ നമുക്ക് വെച്ച് കൊടുത്തിട്ട് സിമ്പിളായിട്ട് വരച്ചെടുക്കാം. അപ്പോൾ നല്ല ഭംഗിയിലും വൃത്തിക്കും കിട്ടും. അപ്പോൾ നമ്മൾ കത്രിക കൊണ്ട് വെട്ടിയെടുക്കുന്നതിനെക്കാട്ടിലും നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ ഇത് വെച്ച് ചെയ്യുമ്പം. എന്നിട്ട് നമുക്കിതൊന്ന് പതുക്കെ ഇളക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഹെയർ ബോ ഒക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഇത് നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അതേപോലെ ഡ്രസ്സിനും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ സോൾഡറിങ് അയൺ എത്തിയതിന് ശേഷം ഒന്ന് കാണിച്ചു തരാം. ഇനി ഇതിൽ തന്നെ ഒന്ന് ബട്ടർഫ്ലൈ വെച്ചിട്ട് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബട്ടർഫ്ലൈ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സോൾഡറിങ് അയൺ ഇതിൻ്റെ വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതേ രീതിയിൽ നമുക്ക് നല്ല വൃത്തിക്ക് ബട്ടർഫ്ലൈയും കിട്ടും കേട്ടോ.
സംഭവം നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മളിത് ഓരോന്ന് വെച്ച് വരക്കുന്നതിനേക്കാളിലും സൂപ്പറായിട്ട് നമുക്ക് കിട്ടും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതേപോലെ കിട്ടും. ഇനി നമുക്കതൊന്ന് പതുക്കെ ഇളക്കിയെടുത്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ. അപ്പം ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ. എല്ലാ ഐറ്റംസും എൻ്റെ കയ്യിലിപ്പോൾ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇപ്രാവശ്യം എത്തിയിട്ടുള്ളത്. ആവശ്യമുള്ളവർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്